സിമ്പിൾ റാൻഡം സാമ്പിൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള ക്യാരക്ടറൈസേഷൻ SRS വിത്ത് റീപ്ലേസ്മെന്റ് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, അതിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് കണ്ടു, വാരിയൻസ് കണ്ടു, അത് തമ്മിലുള്ള കമ്പാരിസൺ നടത്തി. വാരിയൻസ് ഓഫ് SRS വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റും തമ്മിൽ കമ്പാരിസൺ നടത്തി. അപ്പം വിത്തൗട്ട് റീപ്ലേസ്മെന്റിലും വിത്ത് റീപ്ലേസ്മെന്റിലുള്ള N-1 N-N തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് അവിടെ വാരിയൻസിനെ എഫക്ട് ചെയ്തത്. ഇപ്പൊ N-1 എന്ന് പറയുന്നത് N-Nനേക്കാളും വലുതായതുകൊണ്ട് ആ വ്യത്യാസമാണ് അവിടെയും വാരിയൻസ് കമ്പയർ ചെയ്ത് എഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായത്. ഇവിടെ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ ആദ്യം നമുക്ക് എന്ത് വേണം? നമുക്കൊരു കോളേജ് ആണെങ്കിൽ കോളേജിൽ നിന്ന് ഒരു 100 പേര് എടുക്കണമെങ്കിൽ ആദ്യം ഹോമോജീനിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് തരംതിരിക്കുക. എന്നിട്ട് ആ ക്ലാസ്സുകളിൽ നിന്നും ഡാറ്റ എടുക്കുക. എന്ന് വെച്ചാൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജ് ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ കോളേജിൽ സയൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, കൊമേഴ്സ് ഒരു വിഭാഗമുണ്ട്, ലാംഗ്വേജ് ഒരു വിഭാഗമുണ്ട്. അപ്പോൾ BA മലയാളത്തിൽ നിന്ന്, BA ഹിന്ദിയിൽ നിന്ന്, BA സംസ്കൃതത്തിൽ നിന്ന് ഒക്കെയുള്ള കുട്ടികളാവാം ലാംഗ്വേജിൽ വരുന്നത്. അവർക്കൊരു ഹോമോജിനിറ്റി. അതുപോലെ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി അങ്ങനെ വരുന്ന സയൻസ് എന്ന് പറയുന്നത് ഒരു ഹോമോജിനിറ്റി, കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോമോജിനിറ്റി ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഹോമോജിനിയസ് ഗ്രൂപ്പിൽ നിന്നും സാമ്പിൾ സെലക്ട് ചെയ്യാം. അപ്പൊ അവിടെ വരുന്നത് ഗ്രൂപ്പിനുള്ളിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയായിരിക്കും. ഹോമോജിനിറ്റി ഇൻസൈഡ് ദ ഗ്രൂപ്പ്, മാക്സിമം ഹെട്രോജിനിറ്റി ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്. ഇവിടെ കണ്ടീഷൻ അതാണ്. ഒരു ഗ്രൂപ്പിനുള്ളിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഹോമോജിനിയസ് ആയിരിക്കും. 2 ഗ്രൂപ്പ് തമ്മിൽ മാക്സിമം ഹെട്രോജിനിറ്റി ഉണ്ടാവും. അങ്ങനെയാണ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇങ്ങനെ തിരിക്കുന്ന മൊത്തം പോപ്പുലേഷനെ കോളേജ് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്തു. ആർട്സ് ഗ്രൂപ്പ്, സയൻസ് ഗ്രൂപ്പ്, കൊമേഴ്സ് ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പും റെപ്രസെന്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മളൊരു സ്ട്രാറ്റം എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പായിട്ട്, ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് സാമ്പിൾ എടുക്കുന്നതിനെയാണ് സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹെട്രോജിനിറ്റി ആയിട്ടുള്ള പോപ്പുലേഷനെ നമ്മൾ ചെറിയ ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് മാറ്റി. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇവിടെ ക്യാരക്ടറൈസേഷൻ വേണം. നേരത്തെ SRS ചെയ്ത പോലെ തന്നെ ഇവിടെയും ക്യാരക്ടറൈസേഷൻ വേണം. മീൻ കാണണം, മീൻ അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കണം. എഫിഷ്യൻസി ഏതിനാണെന്ന് കമ്പയർ ചെയ്യണം. ഇപ്പൊ ഇവിടെ കമ്പയർ ചെയ്യേണ്ടതിനോട് SRSനോട് കമ്പയർ ചെയ്യണം. SRS ആണോ സ്ട്രാറ്റിഫൈഡ് ആണോ നല്ലതെന്ന്, ഏതാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെയൊക്കെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാകാനുള്ള എളുപ്പത്തിലുള്ള ടിപ്സ് ആണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് വരണമെങ്കിൽ ആദ്യം ഇത്രയും നൊട്ടേഷൻസ് ഫെമിലിയർ ആവണം. നൊട്ടേഷൻസ് ആദ്യമായിട്ട് പറയുമ്പോൾ N ആസ് യൂഷ്വൽ പോപ്പുലേഷൻ സൈസ്. പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ N. K എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പുകളായി തിരിച്ചു. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 3 ഗ്രൂപ്പായി തിരിച്ചു അല്ലേ? സയൻസ്, കൊമേഴ്സ്, ആർട്സ്. ഇപ്പൊ K എന്ന് പറയുന്നത് നമ്പർ ഓഫ് സച്ച് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്തത് സ്ട്രാറ്റ ആയിട്ടാണ്. അപ്പൊ നമ്പർ ഓഫ് സച്ച് സ്ട്രാറ്റാസ് K. ഇപ്പൊ ഇവിടെ K ഇസ് ദ നമ്പർ ഓഫ് സ്ട്രാറ്റ. എത്ര ഗ്രൂപ്പുകളുണ്ട്. Y ഒബ്സർവേഷൻ അറ്റ് ദ പോപ്പുലേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആയിട്ടും സാമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ആയിട്ടാണ്. അപ്പൊ പോപ്പുലേഷനിലുള്ളതിനെ ക്യാപിറ്റൽ ആയിട്ടും സാമ്പിളിലുള്ളതിനെ സ്മോൾ ആയിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. YIJ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ YIJ എന്ന് പറയുന്നത് jth എലിമെന്റ് അറ്റ് ദ ith സ്ട്രാറ്റയാണ്. jth എലിമെന്റ് അറ്റ് ദ ith സ്ട്രാറ്റ K. അപ്പം സയൻസ് ഗ്രൂപ്പിൽ 250 പിള്ളേരുണ്ടെങ്കിൽ 1, 2, 3 up to 250 ഇട്ടുണ്ട്. jth എലിമെന്റ് ഇൻ ദ ith സ്ട്രാറ്റ അല്ലേ? jth എലിമെന്റ് ഇൻ ദ ith സ്ട്രാറ്റ K. അപ്പൊ jth എലിമെന്റ് ഇൻ ദ ith സ്ട്രാറ്റ എന്ന് പറയുന്നത് 1, 2, 3 3 സ്ട്രാറ്റ ആണെങ്കിൽ I = 1 ആണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പില് jth എലിമെന്റിനെയാണ് YIJ എന്ന് പറഞ്ഞത്. Y1J എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ jth എലിമെന്റ്, Y2J എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പിലെ jth എലിമെന്റ്, Y210 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പിലെ 10ാമത്തെ എലിമെന്റ്. ഓക്കെയാണ്. ഇനി NI എന്ന് പറയുന്നത്
ക്യാപിറ്റൽ NI എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിളിംഗ് യൂണിറ്റ്സ് ഇൻ ദ ith സ്ട്രാറ്റ. നമ്പർ ഓഫ് സാമ്പിളിംഗ് യൂണിറ്റ്സ് ഇൻ ദ ith സ്ട്രാറ്റ. സയൻസ് ഗ്രൂപ്പിൽ 250 കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു 25 പേരെ വേണ്ടി വരുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ NI എന്ന് പറയുന്നത് ആ സയൻസ് ഗ്രൂപ്പിൽ നിന്ന് എത്ര സാമ്പിളിംഗ് യൂണിറ്റ് ഉണ്ട്? അവിടെ 250 സാമ്പിളിംഗ് യൂണിറ്റ്. 250 എണ്ണത്തിൽ നിന്ന് 25 എണ്ണം എടുക്കാം. ആ സ്ട്രാറ്റയിലുള്ള ആളുകളുടെ എണ്ണം, ആ സബ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം, അതാണ് NI. ഇപ്പൊ N1 എന്ന് പറഞ്ഞാൽ സയൻസ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം, ക്യാപിറ്റൽ N2 എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം, ക്യാപിറ്റൽ N3 എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സാമ്പിളില് ലാംഗ്വേജിലുള്ള കുട്ടികളുടെ എണ്ണം. ഓക്കെ, അതിൽ നിന്ന് NI പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഏതിന്റെ പോപ്പുലേഷൻ? സ്ട്രാറ്റയുടെ പോപ്പുലേഷനിലുള്ള വാല്യൂസ്. സ്ട്രാറ്റ ഒന്നാമത്തെ ഗ്രൂപ്പ്, സബ് പോപ്പുലേഷൻ. ആകെയുള്ള പോപ്പുലേഷനിലുള്ള എണ്ണം ക്യാപിറ്റൽ. അതിലൊരു സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നാമത്തെ സ്ട്രാറ്റയിലുള്ള ആളുകളുടെ എണ്ണം, ഒബ്സർവേഷന്റെ എണ്ണം N1, ക്യാപിറ്റൽ N1. രണ്ടാമത്തെ സ്ട്രാറ്റയിലുള്ള ആളുകളുടെ എണ്ണം N2. ഇനി അതിൽ നിന്ന് വേണം ഇതിന്ന് സബ് സാമ്പിൾ എടുക്കണം. എന്താണ് സബ് സാമ്പിൾ? നമുക്ക് ആകെ N സാമ്പിൾസ് ആണ് വേണ്ടത്. ആ N സാമ്പിൾ 3 ഗ്രൂപ്പിൽ നിന്നും എടുക്കണം. എങ്ങനെ എടുക്കണം? ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്നും N1 സാമ്പിൾസ്, സയൻസ് ഗ്രൂപ്പിൽ നിന്നും N1 സാമ്പിൾസ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നും N2 സാമ്പിൾസ്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിന്നും N3 സാമ്പിൾസ്. അപ്പൊ സ്മോൾ N1, N2, N3. 3 എന്താണ്? 3 സ്ട്രാറ്റയുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് സ്ട്രാറ്റ ആകെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ സപ്പോസ് വി ആർ ഡിഫൈനിങ് K ഇസ് ദ നമ്പർ ഓഫ് സ്ട്രാറ്റ. നമ്മുടെ എക്സാമ്പിളിൽ K = 3. 3 സ്ട്രാറ്റയാണുള്ളത്. K = 3. അപ്പൊ ഒന്നാമത്തെ സ്ട്രാറ്റ, രണ്ടാമത്തെ സ്ട്രാറ്റ, മൂന്നാമത്തെ സ്ട്രാറ്റ, ith സ്ട്രാറ്റ. ith സ്ട്രാറ്റയിൽ നിന്നും എടുത്തിട്ടുള്ള സാമ്പിളിന്റെ എണ്ണം NI, സ്മോൾ NI. അപ്പൊ NI is the number of sampling unit drawn from ith stratum. Stratum singular. Okay, NI is the number of sampling units drawn from ith stratum. അങ്ങനെ എത്ര സ്ട്രാറ്റ ഉണ്ട്? I = 1, 2, 3, K വരെ ഉണ്ട്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ സയൻസ്, കൊമേഴ്സ്, ലാംഗ്വേജ്. I = 1, 2, 3 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആകെ എത്ര സാമ്പിൾ വേണം? N സാമ്പിൾ വേണം. എവിടെ നിന്നൊക്കെ എടുക്കണം? സയൻസ് എടുക്കണം, കൊമേഴ്സ് എടുക്കണം, ലാംഗ്വേജ് എടുക്കണം. N1 + N2 + N3 ഇൻ അവർ എക്സാമ്പിൾ. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ K സ്ട്രാറ്റ ഉണ്ട്. N = I = 1, 2, 3 up to K NI. N1 + N2 + N3 + NK വരെ ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഓരോ സ്ട്രാറ്റയിൽ നിന്നും NI സാമ്പിൾ എടുക്കും. എങ്ങനെ? എത്ര സ്ട്രാറ്റ ഉണ്ട്? K സ്ട്രാറ്റ ഉണ്ട്. K സ്ട്രാറ്റയിൽ നിന്നും NI സാമ്പിൾ എടുക്കും. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള സാമ്പിൾ ആകും. എത്ര സാമ്പിൾ വേണം? N സാമ്പിൾ വേണം അല്ലേ? ടോട്ടൽ സാമ്പിൾ സൈസ് സ്മോൾ n, ടോട്ടൽ പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ N, ആകെയുള്ള സ്ട്രാറ്റ K. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് കാണിക്കുന്നത് പോപ്പുലേഷനിൽ നിന്നുള്ള കാര്യങ്ങൾ, സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടുള്ള സാമ്പിളിൽ നിന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് Yij, jth unit at the ith stratum. jth unit at the ith stratum. അങ്ങനെ എത്ര J ഉണ്ട്? J = 1, 2, 3 up to NI. NI എന്ന് പറഞ്ഞാൽ ith സ്ട്രാറ്റത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിളിന്റെ എണ്ണം. N1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ട്രാറ്റയിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിളിന്റെ എണ്ണം. അതേപോലെ I = 1, 2, 3 up to K. K എന്താ? നമ്പർ ഓഫ് സ്ട്രാറ്റ. അപ്പം J = 1, 2, 3 up to NI, where I = 1, 2, 3 up to K. NI എന്ന് പറയുന്നത് ith സ്ട്രാറ്റയിൽ നിന്നും എടുത്തിട്ടുള്ള സാമ്പിളിന്റെ എണ്ണം. K എന്ന് പറയുന്നത് ആകെയുള്ള സ്ട്രാറ്റകളുടെ എണ്ണം. Yij എന്ന് പറയുന്നത് jth യൂണിറ്റ് at the kth സ്ട്രാറ്റ. Y12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് യൂണിറ്റ് ഇൻ ദ ഫസ്റ്റ് സ്ട്രാറ്റ. സെക്കൻഡ് യൂണിറ്റ് ഇൻ ദ ഫസ്റ്റ് സ്ട്രാറ്റ Y12. അപ്പൊ ഇതൊക്കെ ഫെമിലിയർ ആവണം. ഈ നൊട്ടേഷൻസ് ഒക്കെ ഫെമിലിയർ ആണ്. എന്നിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത കാര്യം, ഏത് പോപ്പുലേഷൻ ആയാലും നമുക്ക് അതിന്റെ ഒരു ആവറേജ് വാല്യൂ വേണം, സെൻട്രൽ വാല്യൂ വേണം. ആ സെൻട്രൽ വാല്യൂ ആയിട്ടുള്ള ഡീവിയേഷൻ അനലൈസ് ചെയ്യണം. അതിനൊക്കെ നമ്മൾ സിംഗിൾ വാല്യൂ ഫോക്കസ് ചെയ്യണം. പാരാമീറ്റർ വിച്ച് ക്യാൻ റെപ്രസെന്റ് ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന പോപ്പുലേഷൻ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യണം സാമ്പിളിലൂടെ. സാമ്പിളിന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ പാരാമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണെങ്കിൽ അതിനെ നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു.
ആ എസ്റ്റിമേറ്റ് നമ്മൾ കാണുന്നത് population mean of ith stratum. Suppose you are defining the population mean as yi bar for the ith stratum. എന്ന് വെച്ചാൽ സയൻസിലെ കുട്ടികളുടെ മാത്രം, സയൻസിലെ കുട്ടികളുടെ പോപ്പുലേഷൻ മീൻ, സബ് പോപ്പുലേഷന്റെ മീൻ എന്ന് പറയുന്നത് y1 ബാർ. കൊമേഴ്സിലെ മൊത്തം കുട്ടികളുടെയും പോപ്പുലേഷൻ മീൻ, സബ് പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് y2 ബാർ. ലാംഗ്വേജിലെ കുട്ടികളുടെ ടോട്ടൽ പോപ്പുലേഷൻ, സബ് പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് y3 ബാർ. അങ്ങനെ നമുക്ക് y1 ബാർ, y2 ബാർ, y3 ബാർ. ക്യാപിറ്റൽ ലെറ്റർ ഷോസ് സബ് പോപ്പുലേഷൻ മീൻസ് yi bar. How we can find? It is 1 by ni, where ni is the total number of elements in the subgroup, that is the ith stratum. ഒന്നാമത്തെ സ്ട്രാറ്റം, രണ്ടാമത്തെ സ്ട്രാറ്റം, അതിൽ മൊത്തത്തിലുള്ള ആളുകൾ, അത് മുഴുവൻ നമുക്ക് വേണ്ട. സയൻസിലുള്ള ആളുകൾ മുഴുവൻ നമുക്ക് വേണ്ട, നമുക്ക് അതിൽ നിന്ന് സബ് സാമ്പിളിംഗ് മതി. സബ് സാമ്പിളിംഗ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? ക്യാപിറ്റൽ Ni is the total number of elements in the ith stratum, but we are looking for small ni. Small ni is the number of elements in the sample elements in the ith stratum. അപ്പൊ സയൻസിലാകെ 250 കുട്ടികളുണ്ടാവും, നമുക്കാകെ 25 ആളെ മതി. അപ്പൊ 250 എന്നുള്ളത് ക്യാപിറ്റൽ Niയും 25 എന്നുള്ളത് സ്മോൾ Niയുമാണ്. ടോട്ടൽ പോപ്പുലേഷൻ എന്തായിരിക്കും? ടോട്ടൽ പോപ്പുലേഷൻ മീൻ കാണണമെങ്കിൽ ഇത്തരമുള്ള yi ബാറിന്റെ ആവറേജ് കാണാം. അപ്പൊ y1 ബാർ പ്ലസ് y2 ബാർ പ്ലസ് y3 ബാർ പ്ലസ് y എത്ര സ്ട്രാറ്റം ഉണ്ട്? k സ്ട്രാറ്റം ഉണ്ട്. yk ബാർ ബൈ ഓവറോൾ എലിമെന്റ്സ് ക്യാപിറ്റൽ N. അപ്പൊ അത് this is yi bar, capital yi bar. It is the mean of ith stratum, population mean of ith stratum, and corresponding sample mean. Corresponding sample mean you can denote with small letter y bar. Y bar is 1 by ni summation j is 1 to ni yij. Okay, so this is ith stratum, so you can represent here yi bar. Yi bar. Yi bar is the small yi bar is the ith stratum sample mean. സയൻസിൽ നിന്ന് എടുത്തിട്ടുള്ള 25 കുട്ടികളുടെ മീൻ കണ്ടു കഴിഞ്ഞാൽ അതിനെയാണ് y1 ബാർ എന്ന് പറയുന്നത്. കൊമേഴ്സിൽ നിന്ന് 10 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 10 കുട്ടികളുടെ മീൻ കണ്ടു കഴിഞ്ഞാൽ അതാണ് y2 ബാർ എന്ന് പറയുന്നത്. So it is the ith stratum sample mean yi bar small letter. പോപ്പുലേഷൻ മീൻ, ദ ഓവറോൾ പോപ്പുലേഷൻ മീൻ, കോളേജിലെ മൊത്തം കുട്ടികളുടെ ആവറേജ്. കൊമേഴ്സ് എന്നുള്ളതാവണം, സയൻസ് എന്നുള്ളതാവണം, ആർട്സ് എന്നുള്ളതാവണം. സോ ഇറ്റ് ഈസ് y ബാർ, ഇറ്റ് ഈസ് ദ പോപ്പുലേഷൻ മീൻ, ഇറ്റ് ഈസ് 1 by total n, capital N, summation I varies 1 to k stratums are the ni into y bar. Ni into y bar, total of ni into y bar. yi bar എന്താ? 1 by n into summation yij. So summation yij equal to ni into y bar. Summation yij. Okay. Summation yij ആണ് ആക്ച്വലി എന്താ എഴുതിയിട്ടുള്ളത്? Summation I varies 1 to k ni into yi bar. So this is the population mean. ആ പോപ്പുലേഷൻ മീനിനെ y ബാർ എന്ന് ഡിനോട്ട് ചെയ്തു, 1 by n സമ്മേഷൻ yi ബാർ എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ 1 by n ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ ni by n, ക്യാപിറ്റൽ Ni by ക്യാപിറ്റൽ N yi bar. So you are denoting wi, you are denoting wi equal to capital Ni by n. You are substituting wi as ni by, instead of ni by n, you are substituting wi. Let wi equal to capital N by capital Ni by n. It is the ratio between total number of elements in the ith strata with the total number of elements in the population. Ni by n. It is denoted as wi. Some sort of weight. Wi equal to ni by n. So you can rewrite y bar, the total population mean, equal to summation. What is the summation? I varies 1 to k wi yi bar. So this is total of wi yi bar is the population mean y bar, capital letter. Okay, then corresponding population mean. ഇവിടെ
ith strata capital YI bar. ith strata sample mean small YI bar. Overall population mean capital Y bar. So then the overall sample mean is equal to എത്ര സാമ്പിൾ ഉണ്ട്? n സാമ്പിൾ ഉണ്ട്. So 1 by n summation I values 1 to k stratas ni into yi bar. It is from yi bar is total by ni. So ni into yi bar summation yij. Instead of summation yij you are writing summation yij ക്ക് പകരം എങ്ങനെ എഴുതാം? ni into y bar. So it is 1 by n into summation ni into yi bar. What is it? It is the overall sample mean. Clear ആണ്. 4 averages പറഞ്ഞു. ഒന്ന് പോപ്പുലേഷന്റെ ith സ്ട്രാറ്റത്തിന്റെ ആവറേജ്. പോപ്പുലേഷൻ മൊത്തം 3 സ്ട്രാറ്റ ആയിട്ട് നമ്മുടെ എക്സാമ്പിൾ ഡിവൈഡ് ചെയ്ത് കോളേജിലെ മൊത്തം ഒന്നാമത്തെ സ്ട്രാറ്റ സയൻസ് ആണെങ്കിൽ സയൻസിലുള്ള കുട്ടികളുടെ മൊത്തം ആവറേജ് ആണ് എന്ത്? y1 bar ക്യാപിറ്റൽ ലെറ്റർ. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒന്നാമത്തെ സയൻസ് ഗ്രൂപ്പ് നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പേരുടെ 25 പേരാണ്. 25 പേരുടെ ആവറേജ് ആണ് സ്മോൾ yi bar y1 bar. Suppose it is the first strata. Then overall mean കോളേജിലെ മൊത്തം മീൻ 1 by n into total of yij. yij ക്ക് പകരം നമ്മൾ എഴുതാം ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു ni into yi bar. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓവറോൾ സാമ്പിൾ മീൻ കാണാം. സമ്മേഷൻ ഡിവൈഡ് ബൈ n ആണ്. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദ സാമ്പിൾ. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ n ആണ്. അപ്പോൾ 1 by n into സമ്മേഷൻ സ്മോൾ yij വേണം. അതിന് പകരം നമുക്ക് എഴുതാം ക്രോസ് ആയിട്ട് ni into yi bar. ni into yi bar. So the next thing is it unbiased for y bar? This overall sample mean is unbiased for y bar or not. So we want to check it. How we can check? If it is unbiased, expectation should be equal to parameter. Expectation of